സ്വാഗതം ശ്രീ ഹർഷകുമാർ. നമസ്കാരം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ ചുമക്കുന്നവർക്ക് ഇപ്പോൾ വലിയ വിഷമത്തിലാണ്. കാരണം ബംഗ്ലാദേശിൽ അവർക്ക് ഏറ്റ പരാജയത്തിൽ ഇതെന്താണ് ഇതിനകത്ത് ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്? സ്വാഭാവികമായും ബംഗ്ലാദേശ് ഇന്ത്യയുമായി വളരെ അടുത്ത രാജ്യമാണ്. ഇന്ത്യ ഗവൺമെൻറ് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ബംഗ്ലാദേശിനെ വലിയ തോതിൽ സഹായിക്കുകയും ഇപ്പോഴും നേരത്തെയൊക്കെ സഹായിക്കുന്നതാണ്. എന്നാൽ ബംഗ്ലാദേശിലെ ഒരു പറ്റം മതതീവ്രവാദികൾക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇന്ത്യയുമായി യോജിച്ചു പോകുന്നതിൽ അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ തന്നെ ഇന്നലെ മുഹമ്മദ് യൂനിസ് സ്ഥാനമൊഴിയുമ്പോൾ നടത്തിയ ഒരു പ്രസ്താവന നമ്മുടെ ശ്രദ്ധ വരേണ്ടതാണ്. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, അതേപോലെ 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയുടെ വികസനത്തിന് പുതിയ ഗവൺമെൻറ് വഴി തുറക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വിഘടിപ്പിച്ച് മറ്റേ ബെൽറ്റുമായി ചേർക്കുന്ന തരത്തിലൊരു പ്രസ്താവനയാണ് അയാൾ നടത്തിയത്. അവിടെ കുറേ നാളുകൊണ്ട് ഷേഖ് ഹസീന അധികാരത്തിൽ നിന്ന് അധികാരത്തിലുള്ളപ്പം അവരുടെ അച്ഛൻ്റെ കാലം മുതൽ, മുജീബുർ റഹ്മാൻ്റെ കാലം മുതൽ ഇന്ത്യയുമായി നല്ലൊരു സൗഹൃദത്തിൽ പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു അവരുടെ പ്രസ്ഥാനം. അവരധികാരത്തിലുള്ള സമയത്ത് ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധം അവർ സ്ഥാപിച്ചിരുന്നു, വ്യാപാര ബന്ധവും സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ ഖാലിദ സിയയുടെ പാർട്ടി ഇന്ത്യയുമായി അത്ര ചേർച്ചയിലല്ലായിരുന്നു. ഇപ്പോൾ അവരുടെ മകൻ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മറ്റേ അവാമി ലീഗിൻ്റെ സർക്കാരിനെ മറിച്ചിട്ടതിന് ശേഷം അവിടെ മതതീവ്രവാദികളുടെ വിദ്യാർത്ഥി മൂവ്മെൻറ്റിൻ്റെ സമരത്തിൽ മതതീവ്രവാദികളാണ് അതിൻ്റെ ഗുണം കൊയ്തത്. അവർ ഇന്ത്യ വിരുദ്ധ പ്രവണതയും പ്രസ്ഥാനങ്ങളും അവിടെ ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ വംശജരായ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് അവിടെ കുറേ പോയി. ലോകമാകെ അപലപിച്ചൊരു സംഭവമാണ്. ഒറ്റപ്പെട്ട അവിടെ ഹിന്ദു ഭൂരിപക്ഷമല്ല, ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷ ഹിന്ദുക്കൾ വലിയ തോതിൽ പീഡിപ്പിക്കുകയായിരുന്നു. ആ പീഡനത്തിൽ രസം കണ്ടവരായിരുന്നു അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം അപകടകരമാണ്. അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹോദര സംഘടനയാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് അവർ തന്നെ പലപ്പോഴും പ്രഖ്യാപിച്ചു. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിൽ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF ഇപ്പോൾ സഖ്യം ചേരുന്നത്. ആ സഖ്യത്തിന് അവരെ പ്രേരിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. കാരണം മുസ്ലിം ലീഗിന് സമീപകാലത്ത് പ്രത്യേകിച്ച് സമസ്ത, AP സമസ്തയുടെയും EK സമസ്തയുടെയും ഒക്കെ ആ പിന്തുണ പ്രത്യേകിച്ച് EK സമസ്ത ലീഗിൻ്റെ ഒരു സഖ്യകക്ഷിയെ പോലായിരുന്നു പ്രവർത്തിച്ചത്. അവർ പതുക്കെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട് മുസ്ലിം സമുദായത്തിൻ്റെ സംരക്ഷണമല്ല ലീഗിൻ്റെ ലക്ഷ്യമെന്ന് അവർക്ക് പതുക്കെ ബോധ്യപ്പെടുകയും ഒരു മതേതര സർക്കാരിന് മാത്രമേ ഈ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ സഹായിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ മുസ്ലിം ലീഗ് പതുക്കെ മലബാർ മേഖലയിൽ ഒറ്റപ്പെടാൻ തുടങ്ങി. ആ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് അവിടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കുറേ തീവ്രവാദ സംഘത്തിലേക്ക് കുറേ ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. ആ തീവ്രവാദ സംഘത്തെ കൂടെ കൂട്ടുപിടിക്കാതെ ഈ സമസ്തയുടെ AP സുന്നി വിഭാഗങ്ങളുടെ എതിർപ്പിനെ മറികടക്കാൻ കഴിയില്ല. രാഷ്ട്രീയ നിലനിൽപ്പ് അപകടത്തിലായി എന്ന് ലീഗിന് തോന്നിയപ്പം ലീഗ് പതുക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതേപോലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പണ്ട് ലീഗ് ശക്തമായ നിലപാടെടുത്തവരാ, ഇത് വലിയ വർഗീയ ശക്തിയാന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പിന്തുണ തേടാൻ ലീഗ് നിർബന്ധിതമായപ്പോൾ ലീഗിൻ്റെ താല്പര്യത്തിന് സതീശൻ വഴങ്ങി. അതുവരെ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞ പാർട്ടിയാണ്. ലീഗിന് നിൽക്കണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി SDPയും വേണം. ആ SDPയും ജമാഅത്തെ ഇസ്ലാമിയും വേണമെന്നുള്ളത് കൊണ്ട് ലീഗിൻ്റെ താല്പര്യത്തിന് സതീശൻ വഴങ്ങേണ്ടി വന്നു. ഇപ്പം ലീഗിൻ്റെ കുടക്കീഴിലാണ് ഇവർ. ലീഗിൻ്റെ കൂടെ എന്താണ് വരാൻ പോകുന്ന അപകടം? ഈ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള UDF കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് വന്നാൽ ലീഗിനാണ് കേരള റവന്യൂവിൻ്റെ ഏതാണ്ട് 50% ഫണ്ട് ചെലവഴിക്കുന്ന പ്രധാന വകുപ്പുകൾ. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, IT, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം അവരുടെ കയ്യിലാണ് പോകുന്നത്. അപ്പം കേരള ഭരണം എങ്ങനെയായിരിക്കും? ഈ മതതീവ്രവാദ ശക്തികളുടെ സ്വാധീനത്തിന് വഴങ്ങി. ഇപ്പം തന്നെ ഒട്ടേറെ കേസുകൾ നമുക്കറിയാം. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പം കേരളത്തിൽ ഒട്ടേറെ തീവ്രവാദ കേസുകൾ ഇല്ലാതായി. പ്രത്യേകിച്ച് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്ത് കേരളത്തിൽ അതിൻ്റെ സുവർണകാലമായിരുന്നു UDF ഭരണകാലം. അതിനിപ്പോൾ വിലക്ക് വീണു. ആ വിലക്ക് വീണപ്പോഴാണ് LDFിനകത്തുണ്ടായിരുന്ന അൻവറിന് പോലും ഇവിടെ കരയ്ക്ക് പിടിച്ചിട്ട മീനെ പോലെ പൊള്ളി ഇവിടുന്ന് എടുത്ത് അപ്പുറത്ത് ചാടേണ്ടി വന്നത്. അയാളെ കൂടെ കൂട്ടിയിരിക്കുക. ഇപ്പം
ഈ തീവ്രവാദ ശക്തികളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇവിടെ ഭരണം പിടിച്ച് കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ തോപ്പിച്ച് അധികാരം പിടിച്ചാൽ തങ്ങൾക്കെല്ലാം ആയി എന്ന് കരുതുകയാണ്. അതിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ബംഗ്ലാദേശിലെ പരാജയം കേരളത്തിലെ മനുഷ്യനൊരു പാഠമാണ്. ബംഗ്ലാദേശിൽ നമ്മളെല്ലാം ധരിച്ചിരുന്നു ഇപ്പോൾ 78 സീറ്റിൽ അവരുടെ സഖ്യകക്ഷികൾ ഒരുക്കി, ഇവരെ 60 ചില്ലറ സീറ്റേ കിട്ടിയുള്ളൂ. പക്ഷേ എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ചിത്രം? ഈ അവാമി ലീഗ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. പിന്നെ ഖാലിദ സിയയുടെ മകൻ്റെ ഇപ്പോഴത്തെ റഹ്മാന്റെ പാർട്ടി ജയിക്കില്ല, പകരം SDP-യെയും വിദ്യാർത്ഥി മുന്നണിയും ചേർന്ന അവിടെ കലാപം ഉണ്ടാക്കി വിദ്യാർത്ഥി മുന്നണിയും ചേർന്ന സഖ്യം ജയിക്കുമെന്നായിരുന്നു പരക്കെ പൊതുവിലുള്ള ധാരണ. പക്ഷേ അവർ വളരെ പിന്തള്ളപ്പെടുകയും 78 സീറ്റ് മോശമാണെന്നല്ലേ ഞാൻ പറയുന്നത്, എങ്കിലും അവർ 78 സീറ്റിലേക്ക് ഒതുങ്ങി മറ്റൊരു 210 സീറ്റിനടുത്ത് സീറ്റുകൾ പിടിച്ച് ഭരണത്തിൽ വരികയും ചെയ്തപ്പോൾ ബംഗ്ലാദേശിലെ ജനത ഒരു കാര്യം ഓർത്തു. കാരണം അവിടെ നല്ല ഭൂരിപക്ഷ മുസ്ലിം വിഭാഗമാണ്. എന്നിട്ടും അവർ മുസ്ലിം തീവ്രവാദത്തോടെ യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ പരിസര രാജ്യങ്ങളുമായിട്ടെല്ലാം സൗഹാർദ്ദത്തിൽ പോകണം, മതനിരപേക്ഷത, അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുക്കളെ കൂടി ചേർത്ത് പിടിക്കണം എന്ന് കണ്ടതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകൾ. എന്നാൽ ന്യൂനപക്ഷം അപ്പുറത്തില്ലാതെ, പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, ഇന്ത്യൻ അതിർത്തിയോടെ ചേർന്ന ഭാഗത്താണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സീറ്റുകൾ കൂടുതൽ ലഭിച്ചതെന്നുള്ളൊരു ആപത്ശങ്ക നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും മൊത്തത്തിൽ ബംഗ്ലാദേശിലെ ജനത ഈ മുസ്ലിം വർഗീയതയ്ക്കും തീവ്രവാദത്തിനും എതിരായ ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചത് എന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ആ പ്രതീക്ഷ കേരളത്തിലെ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. മുസ്ലിം ന്യൂനപക്ഷത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് EK സുന്നിയുടെയും AP സുന്നിയുടെയും 2 സമ്മേളനങ്ങൾ ഇപ്പോൾ നടന്നു. അവർ പച്ചയായി പറഞ്ഞു, മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിം ഫണ്ടമെന്റലിസം അല്ലെങ്കിൽ മുസ്ലിം ആധിപത്യ മുസ്ലിം മേധാവിത്വമുള്ള ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദുക്കൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് എല്ലാവരുമായി സഹവർത്തിത്വത്തിൽ പോകുന്ന മതനിരപേക്ഷതയിലൂന്നിയ ഒരു സംസ്കാരം പുലർത്തണം എന്ന അവരുടെ ആഹ്വാനം കേരളത്തിലെ മുസ്ലിങ്ങളും കൈക്കൊള്ളും, ചെവിക്കൊള്ളും. അങ്ങനെ ഈ UDFന്റെ അതിമോഹം ജമാഅത്തെ ഇസ്ലാമി കൂടെ കൂട്ടി മുസ്ലിം ലീഗിൻ്റെ മറ പിടിച്ച് നിർത്തി ഭരണം പിടിച്ചുകൊണ്ടുപോയി ഈ തീവ്രവാദ ശക്തികൾക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കാമെന്നുള്ള അതിമോഹം. എന്താണ് ഈ ഭരണം വന്നാലുള്ള ദോഷം? ഇങ്ങനൊരു ഭരണം കഷ്ടകാലത്തിലെങ്ങാനും വന്നുപോയാൽ ഈ തീവ്രവാദി സംഘടനകൾ അജണ്ട നിശ്ചയിക്കും കേരളത്തിലെ ഭരണത്തിൻ്റെ. ആർക്ക് വിദ്യാഭ്യാസ മേഖല തുറന്നു കൊടുക്കണം, ആർക്ക് ആരോഗ്യ മേഖല തുറന്നു കൊടുക്കണം, ആർക്ക് സാമൂഹ്യക്ഷേമ മേഖലയിൽ നേട്ടമുണ്ടാകണം, അവർ പറയുന്നത് പ്രാവർത്തികമാകുക. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സില്ല ഒരു മുഖ്യമന്ത്രിയുടെ അധികാരമാണ്, അവകാശമാണ് ആരെ മന്ത്രിയാക്കണം വേണ്ടെന്ന്. പക്ഷെ ലീഗ് പിടിച്ച പിടിയിൽ 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചു, മേടിച്ചുകൊണ്ട് പോയി. 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചത് മാത്രമാണോ? 5ാം മന്ത്രിസ്ഥാനം കിട്ടി 1 മാസം കഴിച്ച് VD സതീശൻ്റെ ഒരു പഴയ പ്രസംഗം പ്രസിദ്ധമാണല്ലോ. അതിൻ്റെ തൊട്ട് പുറേ 36 സ്കൂളുകൾ മലബാർ മേഖലയിൽ മാത്രം, പ്രത്യേകിച്ച് മുസ്ലിം മാനേജ്മെൻറ്റിന് മാത്രം കൊടുത്തു. അന്ന് വലിയ ചർച്ച ഓർമ്മയുണ്ടല്ലോ. ആ ചർച്ചയുടെ കാലം കേരളം മറക്കാറായോ? ആ നിലയിലേക്കല്ലേ കേരളത്തിലെ ഇപ്പം തന്നെ എന്താ KM ഷാജി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പറഞ്ഞത്? ഞങ്ങളെ സംബന്ധിച്ച് വേറൊന്നുമല്ല, 10 വർഷക്കാലം നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും, മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് അയാൾ പരസ്യമായി പറയുന്നു. ആ ഒരു രാഷ്ട്രീയത്തെ കേരളത്തിലെ ഭൂരിപക്ഷ വിഭാഗക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുമോ? കേരളത്തിലെ മനുഷ്യൻ ഭൂരിപക്ഷം മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷത്തിന് ഈ വർഗീയമായി പോയാലുള്ള അപകടത്തെ സംബന്ധിച്ച് അവർ ബോധവാന്മാരാകാതിരിക്കുമോ? അതാണ് ബംഗ്ലാദേശിലുണ്ടായ ഈ പരാജയം കേരളത്തിലൊരു പാഠമാകുന്നു, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഈ കാന്തപുരം മോദിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും നമുക്ക് കൂട്ടി വായിക്കേണ്ടതല്ല. അദ്ദേഹം ഇന്നലെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അതിപ്പോ ആരാ സ്ഥാനത്തിരുന്നാലും പ്രധാനമന്ത്രിയെ മാനിക്കാതിരിക്കാൻ കഴിയും? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ കാണുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരന്റെയും അവകാശങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ ഞാൻ എൻ്റെ അവകാശം വിനിയോഗിച്ചു, അദ്ദേഹത്തെ കാണുക എന്നുള്ള, അദ്ദേഹത്തെ പോയി സന്ദർശിക്കുക എന്നുള്ള അവകാശം വിനിയോഗിച്ചതിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ പ്രാധാന്യമില്ല. അവർ പറഞ്ഞല്ലോ, മതനിരപേക്ഷതയിൽ ഊന്നിയ രാഷ്ട്രീയത്തിന് മാത്രമേ കേരളത്തിൽ നിലനിൽക്കാൻ പറ്റൂന്ന് AP പിന്നെ മുസ്ലിയാർ, അബൂബക്കർ മുസ്ലിയാർ വളരെ വ്യക്തമായി തന്നെ അവരുടെ സമ്മേളനത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ മുത്തുക്കോയ തങ്ങൾ, EK സുന്നി വിഭാഗത്തിൻ്റെ നേതാവ്, അവർ കാസർഗോഡ് നടന്ന സമ്മേളനത്തിൽ അവരും പറഞ്ഞല്ലോ. ഇത് വളരെ വ്യക്തമല്ലേ? അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ? അടിസ്ഥാനപരമായി ഈ വർഗീയ ഇന്ത്യക്കകത്ത് ഇസ്ലാം രാജ്യം സ്ഥാപിക്കണമെന്ന് ഒരുത്തം പറയുകയാണ്. ചെറിയ കാര്യമാണത്. ഇന്ത്യക്കകത്ത് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞു പോകുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനകത്ത് ഇസ്ലാം രാജ്യം സ്ഥാപിക്കണമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനല്ലേ?
ആ കലാപം ഉണ്ടാക്കാൻ നിൽക്കുന്നവന്മാർക്ക് അവരാരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇസ്ലാമിക രാജ്യം വേണ്ടാന്ന് ഞങ്ങൾ അവരാരും പറഞ്ഞിട്ടില്ല. കാരക്കുന്നെന്ന് പറഞ്ഞ അവരുടെ നേതാവ് ഈ സമയത്തും പറഞ്ഞു ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകുന്നില്ല, ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്ന സതീശൻ ആരാന്ന് അടി ചോദിച്ചു. പക്ഷെ സതീശൻ പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി അതിൽ നിന്നല്ല ഇനി പോന്നു, പണ്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം അല്ല, പണ്ട് അവരങ്ങനെ ആയിരുന്നു എന്ന് ഇയാൾക്ക് സമ്മതിക്കാം. ആ സമ്മതിച്ചിടത്തുനിന്ന് അവരെപ്പോഴാണ് മാറിയത്? ഇപ്പോഴും അവരുടെ സമുന്നത നേതാവ് കാരക്കുന്ന് പറയുന്നു ഞങ്ങൾ അത് തന്നെയാണ്. സതീശൻ പറയുക അല്ല, കേവല അധികാരത്തിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ അധികാര തൃഷ്ണയ്ക്ക് അവർക്കവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാതായപ്പോൾ ഈ മതവർഗീയ ശക്തികൾ, ഈ മതഫാസിസ്റ്റ് ശക്തികളെ കൂടി കൂട്ടുപിടിച്ചേ നിൽക്കാൻ പറ്റുമെന്ന് വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി UDF അവരെ കൂടെ കൂട്ടുന്നത് അപായകരമായ ഒരു കേരളത്തെ സൃഷ്ടിക്കാനാണ്. ആ അപായകരമായ കേരളം മലയാളിയുടെ ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കും. അത് കേരളത്തിലെ മനുഷ്യനെല്ലാം നല്ലതുപോലെ ബോധ്യം വരും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFൻ്റെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടും ഈ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തെ സ്ഥാപനവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെയുള്ള വിധിയെഴുത്തുമായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വലിയൊരു അപകടകാരിയാണ് എന്നുള്ളൊരു സന്ദേശമായിരിക്കും അങ്ങ് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യം, ബംഗ്ലാദേശ് ജനത അവിടെ സ്വാഭാവികമായി എവർക്ക് ഈ ബംഗ്ലാദേശിൽ ഖാലിദാസിലെ അവരുടെ അവാമി ലീഗിൻ്റെ ഭരണം പോയതിന് ശേഷം അവർ അഴിഞ്ഞാടുമായിരുന്നു. ആ അഴിഞ്ഞാട്ടത്തിൻ്റെ എത്ര കഥകൾ നമ്മൾ വായിച്ചു. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുടെ നേരെയുള്ള കൂട്ടക്കൊലകൾ, അവരെ പീഡിപ്പിക്കൽ, അവരുടെ വീട് താമസ സ്ഥലങ്ങൾ തീവെക്കൽ, അവരുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കൽ, അത് തകർക്കൽ, ഇതൊക്കെ എത്ര വാർത്ത കേട്ടു. അവിടങ്ങളിലെല്ലാം ഇന്ത്യ ഗവൺമെൻറ് നിരന്തരമായി നയതന്ത്ര തലത്തിൽ ഇടപെട്ടിട്ട് പോലും അവർ അനുസരിക്കുന്നില്ല, അവിടുത്തെ ഗവൺമെൻറ്റിന് അനുസരിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ പലരും ധരിച്ചെന്താ ഈ തീവ്രവാദ ശക്തികളുടെ കയ്യിൽ ബംഗ്ലാദേശ് അകപ്പെട്ടു പോയെന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പോലെ വന്നപ്പോഴോ അവിടുത്തെ സാധാരണ ജനം തീരുമാനിച്ചു ഈ തീവ്രവാദ ശക്തികളുടെ നിയന്ത്രണത്തിലല്ല ഞങ്ങൾ, ആ തീവ്രവാദ ശക്തികൾ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ തകർക്കുന്നവരാണ്, അതുകൊണ്ട് അവനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല. അത് വലിയ ഭൂരിപക്ഷം 78 210 വലിയ വ്യത്യാസമല്ലേ. 78 എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനാണ് കിട്ടി. ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം സീറ്റുകൾ 60, 62, 63, 64 ഉള്ളൂ. മറ്റേ അവരുടെ കൂട്ടുകെട്ടിനാണ് 78 കിട്ടിയത്. അതിനപ്പുറത്ത് 210ൻ്റെ ഭൂരിപക്ഷമാണ് ഈ റഹ്മാൻ്റെ പാർട്ടിക്ക് കിട്ടിയത്. ആ കിട്ടിയതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ഈ മതതീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ മതേതര സങ്കല്പത്തെ താലോലിക്കുന്നവർ തന്നെയാണ്. ഈ മതേതര സങ്കല്പത്തിന് മാത്രമേ മനുഷ്യൻ്റെ ജീവിതത്തെ നിലനിർത്താൻ കഴിയൂ എന്ന സന്ദേശം അവിടുന്ന് വരുമ്പോൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകിലേക്ക് പോകാൻ ഇവിടുത്തെ ന്യൂനപക്ഷ മുസ്ലിങ്ങൾ തയ്യാറാകില്ല. അത് വലിയൊരു സന്ദേശമല്ലേ കിട്ടുന്നത്? ആ സന്ദേശം ഇപ്പോഴും മനസ്സിലാകാത്ത ആർക്കാണ്? കേരളത്തിലെ UDF നേതൃത്വത്തിലാണ്. ഇപ്പോഴും സതീശൻ ഈ ജാഥ തുടങ്ങിയപ്പോഴും പറഞ്ഞെന്താ അവർക്കതില്ല. പിന്നെ മുസ്ലിം ലീഗ് ആ പേരിൽ തന്നെ ഒരു വർഗീയ ചുവയാണ്. വേറെ ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഈ പേര് മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയം? എന്നിട്ട് അവർ പറയുക ഞങ്ങൾ മതേതരമാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു കപട മുഖം കൂടി പൊളിച്ചെഴുതും. മുസ്ലിം ലീഗിൻ്റെ കപട മുഖം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പൊളിയാൻ പോവുകയാണ്, യാതൊരു സംശയമില്ല. അതാണ് കേരളം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ ഈ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് കേരളത്തിലെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നത്. അവരതുവല്ലോ ചെയ്യുന്നത്. അവർ മതം ജാതി ഇതൊക്കെ പറഞ്ഞാൽ അവിടെ നിൽക്കുന്നത്. അതാ വ്യത്യാസം. അതാണ്. അല്ല, UDFിനകത്ത് ഒരു പ്രബല ശക്തി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. സാർ, മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഉണ്ടോ? ഇല്ല. ഷിബു ബൈബിജോന്റെ പാർട്ടി തന്നെ ഇപ്പോൾ പിളർപ്പിൻ്റെ വക്കിലാണെന്ന് പറയുന്ന ആര്? അസീസും മറ്റെന്തോ ബാബു ദിവാകരനും LDFിലെ ഇന്ന് പത്രത്തിലുണ്ടല്ലോ CIT നേതാക്കന്മാരുമായി ചർച്ച ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കേൾക്കുന്നു. എനിക്കറിയില്ല എൻ്റെ യാഥാർത്ഥ്യം. അതിനകത്ത് അസ്വസ്ഥതയാണ്. ആകെ 4-3-7 പേരുള്ള RSPക്കകത്താണ് ആ സ്ഥിതി. പിന്നെ ജേക്കബിൻ്റെ മോനാണ് ഒരു പാർട്ടി, CP ജോണിൻ്റെ പാർട്ടി. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെങ്കിലും ആ പാർട്ടി എന്ന് പറയുന്നത് ഇല്ലാത്ത സംഭവമാണ്. പിന്നെ ഏത് പാർട്ടിയാണ്? മുസ്ലിം ലീഗ് അല്ലാതെ പിന്നെ ഏത് പാർട്ടിയാണ്? ജോസഫിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് ജോസഫ് മകന് വേണ്ടി നിൽക്കുന്നു. മോൻസ് ജോസഫ് ജോസഫിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ നിൽക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ നിൽക്കുന്നൊരു പാർട്ടിയാണ്. പിന്നെ വേറെ ഏത് പാർട്ടിയാണ് ഉള്ളത്? ഒരു പാർട്ടിയില്ല. ആകെ ഉള്ളത് മുസ്ലിം ലീഗ് കൂടി ഇല്ലെങ്കിൽ ആ മുന്നണിയില്ല. അല്ല, UDFിന് തോൽവിയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങൾ അവർ പുതിയ വഴി തേടുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. മുസ്ലിം ലീഗിന് വേറെ ഒരു മാനദണ്ഡം ഇല്ലാത്ത പാർട്ടിയാണ്. അവർക്ക് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് വഴിവിട്ട കളിക്കും അവർ പോകും. അവരെ സംബന്ധിച്ച് വേറൊരു കാര്യമില്ല. അതാണ് അവരുടെ. അല്ലെ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവരായിരുന്നു ഏറെ അധ്വാനിച്ചത്. കാരണം ആ വലിയ വിജയത്തിലൂടെ കേരളത്തിൽ ഒരു UDF തരംഗം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു അവർ ചെയ്തത്. അതെ. പക്ഷേ ആ ബോധ്യപ്പെടുത്തലിന് ശേഷവും
മലബാർ മേഖലയിൽ പോലും അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ തീവ്രവാദ ശക്തികൾ കൂടില്ലെങ്കിൽ പറ്റത്തില്ല എന്നൊരു സ്ഥിതി അവർക്കിപ്പം അവരെ വേട്ടയാടുക. ആ വേട്ടയാടലിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് ജമാഅത്തെ ഇസ്ലാമി SDPI മുന്നണി. പരസ്യമായി SDPIക്കെതിരെ സുന്നി AP സുന്നിയും EK സുന്നിയും ഇത്ര പരസ്യമായി നിലപാട് പറഞ്ഞിട്ടും ലീഗ് മറ്റവരെ വിടാത്തെന്താ? തങ്ങളുടെ കാൽ ചുവട്ടിലെ മണ്ണ് വലിയ തോതിൽ ഒലിച്ചു പോകുന്നു എന്നുള്ള ബോധ്യമാണ്. ഇപ്പം എന്താ ഏറ്റവും അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നരേന്ദ്രമോദി പിണറായി വിജയനൂടെ കൈകോർത്ത് ചെയ്യുകയാണെന്നാണ് അവർ പ്രചരിപ്പിച്ചത്. SIR മറ്റേ ഇതിൻ്റെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൻ്റെ മുന്നോടിയാണെന്ന് കള്ളം പ്രചരിപ്പിച്ചല്ലേ അവർ ആളുകളെ ഭയപ്പെടുത്തിയത്. ആ കള്ളം പറഞ്ഞ് എത്ര നാൾ നിൽക്കാൻ പറ്റും? കള്ളം പറഞ്ഞാൽ അധികം നാൾ നിൽക്കാൻ കഴിയില്ല എന്നുള്ള. കള്ളം പറഞ്ഞാൽ ചിലപ്പോൾ 1 സെക്കൻഡോ 2 മിനിറ്റോ അല്ലെങ്കിൽ 24 മണിക്കൂറോ അല്ലെങ്കിൽ ഒരാഴ്ച അതിനപ്പുറത്ത് നിൽക്കാൻ പറ്റില്ല. കള്ളം പൊളിഞ്ഞു പോകും. ആ കള്ളം പൊളിഞ്ഞ് ജാള്യതയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നിൽക്കുന്നത്. ആ ജാള്യതയാണ് അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അതാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.